മമ്മൂട്ടിക്കൊപ്പം അതുപോലെ തന്നെ വിനായകനൊപ്പമുള്ളൊരു അഭിനയം, അവർക്കൊപ്പമുള്ളൊരു കെമിസ്ട്രി എങ്ങനെയാണ് വർക്കൗട്ട് ആയത്? ഇപ്പോൾ താങ്കൾ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നൊരു ചിത്രമൊക്കെ ഇപ്പോൾ വൈറലാണല്ലോ, ഈ ഖത്തറിൽ നിന്ന് അത്തർ കൊണ്ടുവന്നില്ലേ എന്നുള്ളതൊക്കെ. മമ്മൂട്ടിക്കൊപ്പം എത്രത്തോളം ഒരു സൗഹൃദം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ആ ഒരു ചിത്രത്തിൽ നിന്നും വ്യക്തമാണ്, ആ ഒരു ക്യാപ്ഷനിൽ നിന്നും വ്യക്തമാണെന്ന്. അതെ അതെ, സാറ് ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, അതിനൊരു പ്രീ റിലീസ് ഇവൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു മൊമെൻ്റ് ആയിരുന്നു അത്. സിനിമ ഷൂട്ട് കഴിഞ്ഞു, റിലീസിനോടനുബന്ധിച്ച് കൊച്ചിയിൽ വെച്ച് നടന്നൊരു പ്രോഗ്രാമിൽ സാറിനെ, ഞാൻ സ്റ്റേജിൽ കയറാൻ പ്രിപ്പയർ ആയിരുന്നില്ല, നമുക്കങ്ങനൊരു പറഞ്ഞിരുന്നില്ലാരും. അപ്പോൾ പെട്ടെന്ന് സാറ് വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് അവിടെ ചെന്ന് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ എനിക്കറിയാത്തൊരു, പെട്ടെന്ന് നമ്മൾ ബ്ലാക്ക് ഔട്ടായിപ്പോയി അവിടെ ചെന്നിട്ട്. പക്ഷെ ആ മൊമെൻറ്റിൽ അദ്ദേഹം ചേർത്ത് പിടിച്ച് നിർത്തി എന്നെപ്പറ്റി കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ DSRയിൽ എന്ത് ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ മൊമെൻറ്റ് എനിക്ക് ഭയങ്കര, എനിക്കൊരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റായിട്ട് മാറി. അതിൻ്റെ ആ ഒരു ത്രില്ലിപ്പോഴും, അല്ലെങ്കിൽ ആ ഒരു സംഭവം, ശരീരത്തിൽ കിട്ടിയൊരു സംഭവം ഇപ്പോഴും അത് മാറിയിട്ടില്ല. ആ ഒരു ചേർത്ത് പിടിക്കൽ തന്നെ ഭയങ്കരമായിട്ട് തന്നെ കംഫർട്ടാക്കി. അല്ലെങ്കിൽ ഇത്രയും മലയാളത്തിൻ്റെ ഒരു എല്ലാവരുടെയും, ലോകത്തുള്ള സകല മനുഷ്യരുടെയും ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വം നമ്മളെ ഒരു വലിയ സദസ്സിൽ ചേർത്ത് പിടിച്ച് നല്ലത് പറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനപ്പുറത്തേക്കൊരു അംഗീകാരം കിട്ടാനില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൊമെൻ്റ്. എൻ്റെ ഇതുവരെയും ജീവിച്ചതിലെ ഏറ്റവും നല്ല ദിവസം അതായിരുന്നു. ഞാനത് ഒരിതുകൊണ്ടും പറയുന്നതല്ല, ആ ഒരു സംഭവം എനിക്ക് കിട്ടി, എനിക്ക് അവിടെ വെച്ചാണ് കിട്ടിയത്. കളങ്കാവൽ എന്ന സിനിമയെ പറ്റി പറയുമ്പോൾ, ഈ DSRയിലെ മധുസൂദനൻ പറ്റി നമ്മൾ പറഞ്ഞു. ഈ കളങ്കാവലിലെ ആനന്ദിനെ പറ്റി എന്താണ്, ആ ഒരു കഥാപാത്രത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? അതായത് എനിക്ക് തോന്നുന്നു ആ ഒരു, താങ്കൾ ആ പറയുന്നത് കേട്ടാൽ കളങ്കാവൽ കാണാത്തവർക്ക് പോയി ആ സിനിമ കാണാൻ പറ്റണം. ആ ഒരു രീതിയിൽ ആനന്ദ് എന്ന കഥാപാത്രത്തെ താങ്കൾ എങ്ങനെ വിശേഷിപ്പിക്കും? അത് പറഞ്ഞില്ലേ, ഇത് പ്രൊഡക്ഷൻ മമ്മൂട്ടി സാർ തന്നെയായിരുന്നു. അതിലേക്ക് ഒരു ക്യാരക്ടർ പെട്ടെന്നല്ല, ഞാൻ ലാസ്റ്റിലാണ് സിനിമയിൽ ജോയിൻ ചെയ്യുന്നത്. ഈ വേറെ നല്ല ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് എന്തോ ഡേറ്റ് ഇഷ്യൂ കാര്യമൊക്കെ വന്നിട്ട് അങ്ങനെ എന്തൊക്കെയോ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരാളിനെ വേണമായിരുന്നു. ആ മൊമെൻറ്റിലാണ് സാർ പെട്ടെന്ന് എൻ്റെ പേര് പറഞ്ഞത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞാൻ ആ സിനിമയിലേക്ക് എത്തിയായിരുന്നു. ആനന്ദ് ഒരു രസകരമായ നല്ലൊരു ക്യാരക്ടറാണ്. എനിക്ക് ഒന്നത് അതിൻ്റെ ഒരു ഭൂമിക എന്ന് പറയുന്നത് തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഞാൻ എസ്പെഷ്യലി ഒരു തിരുവനന്തപുരത്തുകാരനും കൂടെ ആയതുകൊണ്ട് തന്നെ ഡയലോഗ്സൊക്കെ പറയാൻ കുറച്ച് ആ ഒരു മൂഡിൽ പറയാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള ഒരു സംഭവം കൂടെ എനിക്ക് ഉണ്ടായിരുന്നു. ഒരു പോസിറ്റീവായിട്ടൊരു സംഭവം അതുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുള്ള ഈ സാറിൻ്റെയും അല്ലെങ്കിൽ വിനായകൻ ചേട്ടൻ്റെയൊക്കെ ക്യാരക്ടറിൻ്റെ കൂടെ ഉള്ള സപ്പോർട്ട് ചെയ്യുന്ന അങ്ങറ്റം നിറഞ്ഞു നിൽക്കുന്നൊരു ക്യാരക്ടറാണ് ആനന്ദ്. തിയേറ്ററിൽ പോയി കണ്ടാൽ അത് മനസ്സിലാകും, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ആനന്ദാണ് അതിനകത്ത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.